വോട്ട് കിടന്നാലും ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ മര്യാദയും. 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ട് അത് മര്യാദ എന്നാണോ പറയുന്നത്? കുറ്റമാണോ? റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ചോദിക്കുന്നു. ഒരാളിന്റെ പേര്, താങ്കളുടെ പേര് രണ്ടിടത്ത് വച്ചത് കുറ്റമാണോ എന്നുള്ളതല്ല. ന്യായമാണോ? അത് ന്യായമാണോ? ഞാൻ ചോദിച്ചതിനല്ല ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് തിരിച്ച് കൗണ്ടർ ചോദ്യമല്ലേ ചോദിച്ചത്. സുരേഷ് ഗോപിയുടെ അല്ലല്ല, ഇത് മറുപടി പറയാം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പുറത്തുനിന്ന് വന്ന് വോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? തൃശ്ശൂരിലെ ജനതയെ എളിഭ്യരാക്കുന്ന ശ്രമമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി ജയിച്ച നാൾ മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതിൻ്റെയും വലതിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം പണിയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടി നിങ്ങൾ അദ്ദേഹത്തെ MP ആക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരെ പോലീസിനെ കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനോടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടും ഒരു വിഭാഗം മാധ്യമങ്ങളോട്, എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം മാധ്യമങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും അതാണ്. എൻ്റെ സുഹൃത്തെ, അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നവർ ഇറ്റലിക്കാരോ ബംഗ്ലാദേശികളോ അല്ല, ഇന്ത്യൻ പൗരന്മാരെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ആ പേര് ചേർത്ത ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും ആ പരാതി കൊടുക്കാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻ ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം, ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരെ ഡിലീറ്റ് ചെയ്യാം, അതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ സുതാര്യമായ സംവിധാനങ്ങളാണ് ഉള്ളത്. അവിടെ BLO ഉണ്ട്, അതോടൊപ്പം തന്നെ BLAമാരുണ്ട്. അവർ വീടുകളിൽ വന്നിട്ടാണ് ഓരോന്ന് വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ വോട്ടർ പട്ടിക പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയും VD സതീശൻ്റെ കോൺഗ്രസും ഒക്കെ ഞങ്ങളവിടെ 10-50,000 പേരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഭംഗിയായിട്ട് സംഘടനാ പ്രവർത്തനം നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിന് വിധേയമായിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ MP അവിടെ ജയിച്ച് 1.5 വർഷമായില്ലേ? 1.5 വർഷത്തിന് ശേഷമാണോ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ